കാർഷിക വാർത്തകൾ. റബ്ബർ വിലയിൽ വർധന, ഡിമാൻഡ് ഉയർന്ന ഏലം, നിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിൽ ചുക്ക് വിപണി. അതേസമയം വിലത്തകർച്ച കുരുമുളക് കർഷകരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ശൈത്യകാലത്തിന് തുടക്കം കുറിച്ചെങ്കിലും ഉത്തരേന്ത്യൻ വിപണികളിൽ നിന്നും ചുക്കിന് അന്വേഷണങ്ങൾ കുറവ്. നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ ഇടനിലക്കാരും ഉൽപാദകരും മാസങ്ങളായി ചുക്ക് സംഭരിച്ച് കാത്തിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും സാധാരണ നവംബർ പകുതിയോടെ ചുക്കിന് ശൈത്യകാല ഓർഡറുകൾ എത്താറുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ ചുക്കിന് ഓർഡറുകൾ ചുരുങ്ങിയതിനാൽ കയറ്റുമതിക്കാരും സജീവമല്ല. കൊച്ചിയിൽ മീഡിയം ചുക്ക് കിൻഡലിന് 32,500 രൂപയിലും ബെസ്റ്റ് ചുക്ക് 35,000 രൂപയിലും വിപണനം നടന്നു. കുരുമുളക് വില ഇടിവ് കർഷകരെ സമ്മർദ്ദത്തിലാക്കി. ഉൽപ്പന്ന വില 4 ദിവസത്തിനിടയിൽ ക്വിന്റലിന് 1,200 രൂപ ഇടിഞ്ഞു. ഇന്ന് 62,200 രൂപയിൽ വിപണനം ആരംഭിച്ച അൺഗാർബിൾഡ് മുളക് 62,000 താഴ്ന്നു. വിദേശ കുരുമുളക് വിറ്റുമാറാൻ ഇറക്കുമതി ലോബി താഴ്ന്ന വിലയ്ക്ക് ചരക്ക് വാഗ്ദാനം ചെയ്തത് നാടൻ ചരക്കിന് വിനയായി. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകളിൽ നിന്നുള്ള അനുകൂല വാർത്ത ഇന്ത്യൻ റബ്ബർ വില ഉയർത്തി. ടയർ കമ്പനികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില 18,300 രൂപയിൽ നിന്നും 18,500 ഉയർത്തിയിട്ടും വിൽപ്പനക്കാരുടെ അഭാവം മൂലം കാര്യമായി ചരക്ക് സംഭരിക്കാനായില്ല. 5ാം ഗ്രേഡ് 18,200 രൂപയിൽ വിപണനം നടന്നു. ന്യൂനമർദ്ദ ഫലമായി തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടതിനാൽ റബ്ബർ ടാപ്പിൽ നിന്നും കർഷകർ വിട്ടുനിന്നു. വിപണികളിൽ ലാറ്റക്സ് വരവ് കുറഞ്ഞതോടെ വ്യവസായികൾ നിരക്ക് 11,700 രൂപയായി ഉയർത്തി. ആഭ്യന്തര വിദേശ ഡിമാൻഡിൽ ഏലം മികവ് നിലനിർത്തി. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ ശരാശരി ഇനങ്ങൾ കിലോ 2,745 രൂപയിലും മികച്ച ഇനങ്ങൾ 3,025 രൂപയിലും കൈമാറി. മൊത്തം 23,385 കിലോ ഏലക്ക ലേലത്തിൽ വന്നതിൽ 23,071 കിലോയും വിറ്റഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യധാന്യങ്ങളുടെ പാക്കേജിംഗിൽ ഉപയോഗിക്കുന്ന ചണച്ചാക്കുകളുടെ വില വർദ്ധിച്ചു. ജൂട്ട് കമ്മീഷണറാണ് പുതുക്കിയ വില സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഒരു ടൺ ചണച്ചാക്കിന്റെ പരമാവധി മുൻ ഫാക്ടറി വില 1,02,774 രൂപയായി നിശ്ചയിച്ചു. ഒക്ടോബറിലെ 95,724 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഏകദേശം 7% കൂടുതലാണ്. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലും ചണമില്ലുകളുടെ പ്രവർത്തന ചിലവും കണക്കിലെടുത്താണ് ഈ വിലവർധന. ഈ വർഷം ഓഗസ്റ്റിൽ താരിഫ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ബി12 ചണച്ചാക്കുകൾക്കുള്ള പുതിയ വില നിർണയ രീതിക്ക് സാമ്പത്തികകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകിയത്. ചണവ്യവസായത്തിന്റെ ദീർഘകാല ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമായത്. 4 ലക്ഷത്തോളം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന മില്ലുകൾക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതിനായി 100% ഭക്ഷ്യധാന്യങ്ങളും 20% പഞ്ചസാരയും നിർബന്ധിത ചണച്ചാക്ക് പാക്കേജിംഗ് ആക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോയാബീൻ പരുത്തി കർഷകർക്ക് ഹെക്ടറിന് 5,000 രൂപ നൽകുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. സംഭരണ മാനദണ്ഡങ്ങളിൽ കർഷകർക്ക് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തിയതായും മന്ത്രി വ്യക്തമാക്കി. സോയാബീൻ പരുത്തി കർഷകർക്ക് ഹെക്ടറിന് 5,000 രൂപ അധികമായി നൽകി വരുന്നുണ്ടെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ ഫലപ്രദമായി 27.5% ഉയർത്തിയതിനാൽ ആഭ്യന്തര വിപണികളിലെ എണ്ണമില്ലുകൾ ആഭ്യന്തര കർഷകരിൽ നിന്ന് സോയാബീൻ വാങ്ങുകയും കർഷകർക്ക് ശരിയായ വില നൽകുകയും ചെയ്യുന്നുണ്ട്. സംഭരണ മാനദണ്ഡങ്ങളിൽ സോയാബീനിലെ ഈർപ്പത്തിന്റെ അളവ് 12% നിന്ന് 15% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിളകൾക്ക് മാതൃകാ ചെലവ് നിശ്ചയിച്ച് ഉൽപാദന ചെലവിന്റെ 50% ലാഭം നൽകാനുള്ള പദ്ധതി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഒപ്പം കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ ഗതാഗത ചെലവ് സർക്കാർ വഹിക്കുന്ന പദ്ധതിയും കർഷകർക്ക് ഗുണം ചെയ്യുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിസംബർ 6 ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനൊരുങ്ങി പഞ്ചാബിലെ കർഷകർ. സമയബന്ധിതമായ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കർഷകരുടെ പ്രതിഷേധ മാർച്ച്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നുമാണ് കർഷകരുടെ പ്രതിഷേധം ആരംഭിക്കുന്നത്. അടിസ്ഥാന താങ്ങുവില ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ഡിസംബർ 6 ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് കർഷക സംഘടന അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 26 പഞ്ചാബിലെ കർഷകർ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. സമയബന്ധിതമായ നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഒന്നിലധികം ആവശ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യം. പഞ്ചാബ് സർക്കാരോ കേന്ദ്ര സർക്കാരോ കർഷകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിനാലാണ് ദേശീയപാത ഉപരോധിച്ചതെന്നും കർഷകർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
വില പിന്തുണ പദ്ധതി പ്രകാരം കേന്ദ്രം അംഗീകരിച്ച സോയാബീന്റെ 2.6% മാത്രമാണ് സംസ്ഥാനങ്ങൾ സംഭരിക്കുന്നത്. അംഗീകൃത അളവിന്റെ 55% വാങ്ങിയ ഏക സംസ്ഥാനം തെലങ്കാനയാണ്. അഗ്രി കോപ്പറേറ്റീവ് നാഫെഡിന്റെ കണക്കുകൾ പ്രകാരം ഈ മാസം 18 വരെ 6 സംസ്ഥാനങ്ങളിൽ നിന്ന് വില പിന്തുണ പദ്ധതി പ്രകാരം സോയാബീൻ സംഭരണം 82,650 ടണ്ണിലെത്തി. ഇത് കേന്ദ്രം അംഗീകരിച്ച 32.24 ലക്ഷം ടണ്ണിന്റെ 2.6% മാത്രമാണ്. എന്നിരുന്നാലും ഇതുവരെ 59,508 ടണ്ണുമായി അംഗീകൃത അളവിന്റെ 55%വും ഇതിനകം വാങ്ങിയ ഏക സംസ്ഥാനം തെലുങ്കാനയാണ്. സംഭരണ കാലയളവ് ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമാണ്. കർണാടകയിൽ സെപ്റ്റംബർ 5-ന് ആരംഭിച്ചതിനു ശേഷം 2025 ഫെബ്രുവരി 9-ന് ഗുജറാത്തിൽ അവസാനിക്കും. കണക്കുകൾ പ്രകാരം കേന്ദ്രം അംഗീകരിച്ച 1.03 ലക്ഷം ടണ്ണിൽ നിന്ന് 636 ടൺ മാത്രമാണ് കർണാടകയിലെ സംഭരണം. സോയാബീൻ കൃഷി ചെയ്യുന്ന മറ്റു 2 സംസ്ഥാനങ്ങളായ രാജസ്ഥാനും ഗുജറാത്തും 2.89 ടണ്ണും 197 ടണ്ണുമായി വളരെ കുറഞ്ഞ സംഭരണം റിപ്പോർട്ട് ചെയ്തു. സോയാബീനിലെ ഈർപ്പം കൂടുന്നത് വില ഇടിയാൻ കാരണമാകും. അതിനാൽ മാനദണ്ഡങ്ങളിൽ സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈർപ്പത്തിന്റെ പരിധി 10% കണക്കാക്കുകയും ഈർപ്പം കൂടുതലാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നതിനാൽ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നതിന് സംഭരണ കാലയളവിന്റെ ആരംഭം മുതൽ ഇളവുകൾ സംബന്ധിച്ച തീരുമാനം വരേണ്ടതായിരുന്നുവെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 185, RSS 5 182, ലാറ്റക്സ് 123, ജാതിക്ക 380, ജാതിപത്രി 2000 മുതൽ 2100 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 227, കൊക്കോ പരിപ്പ് 510, കുരുമുളക് ഗാർബിൾ 64,000, കുരുമുളക് അൺഗാർബിൾ 62,000, ഏലക്ക 2,550 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 21,200, കൊപ്ര 15,900, ചുക്ക് 32,500.